എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 22 തീയതി മുതൽ ഒക്ടോബർ 22 ബുധനാഴ്ച മുതൽ സ്കന്ദഷഷ്ഠി വ്രതാചരണം ആരംഭിക്കുകയാണല്ലോ. ഓരോ ദിവസവും ഭഗവാന് അഭിഷേകം ചെയ്യേണ്ടുന്ന ദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും ഇന്നിന്ന ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്താലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നത്. വളരെ ശ്രദ്ധാഭക്തിയോടുകൂടിയിട്ട് അതറിഞ്ഞു ചെയ്താൽ അതിന് പ്രത്യേക ഫലം തന്നെയാണ്. 2025 ഒക്ടോബർ 22 തീയതി ബുധനാഴ്ച സുബ്രഹ്മണ്യ ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അഭിഷേകമാണ്. അഭിഷേകത്തിൽ കളഭാഭിഷേകം ഏറ്റവും ഉത്തമമാണ്. കളഭം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശ്രീ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഭസ്മം കൊണ്ടും അഭിഷേകം ചെയ്യാവുന്നതാണ്. കളഭാഭിഷേകവും ഭസ്മാഭിഷേകവും ദുരിതങ്ങൾ മാറുന്നതിന് ഭസ്മാഭിഷേകം വളരെ വിശേഷമാണ്. കളഭാഭിഷേകം തന്നെ പുരുഷ സൂക്തം കൊണ്ട് അഭിഷേകം ചെയ്താൽ വളരെ വിശേഷമാണ്. ഭസ്മം കുമാരസൂക്തം കൊണ്ട് അഭിഷേകം ചെയ്താൽ സർവ്വ ഐശ്വര്യമാണ് ഫലം. അപ്പോൾ 22 തീയതി ബുധനാഴ്ച കളഭാഭിഷേകം ചെയ്യാം, ഭസ്മാഭിഷേകം ചെയ്യാം. 23 തീയതി വ്യാഴാഴ്ച, അന്ന് വിശാഖം കൂടിയാണ് നക്ഷത്രം. ആറുമുഖനായ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ ജന്മനക്ഷത്രം കൂടിയാണ് വിശാഖം. വിശാഖം നക്ഷത്ര ദിവസത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യേണ്ടുന്നത് ശുദ്ധമായ ഘൃതം കൊണ്ട്, അതായത് നെയ്യുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാം, പാലുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാം. ഇത് രണ്ടും വളരെ ശ്രേഷ്ഠമാണ്. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിന് പുരുഷസൂക്ത മന്ത്രം കൊണ്ട്, പുരുഷസൂക്തം ജപിച്ചുകൊണ്ട്, മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന് നെയ്യ് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ നെയ്യ് പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ലേശം കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കൂടാതെ മഞ്ഞ വസ്ത്രം സുബ്രഹ്മണ്യ ഭഗവാന് വ്യാഴാഴ്ച ദിവസം 23 തീയതി ചാർത്തുവാനായിട്ട് ഭഗവാന് സമർപ്പിക്കുന്നതും സൗഭാഗ്യങ്ങളും സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാകുന്നു. 24 തീയതി വെള്ളിയാഴ്ച ഭഗവാന് ഫലവർഗ്ഗങ്ങൾ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. പഴം, മാങ്ങ, ആപ്പിൾ, മുന്തിരി ഇങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ ഭഗവാന് നടക്കിൽ സമർപ്പിച്ച് ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്നതും കുടുംബത്തിന് ഐശ്വര്യം, ഐക്യം, അഭിവൃദ്ധി ഇവ ഉണ്ടാകുന്നതിന് നല്ലതാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നത്ര, കുറേശ്ശെയായാലും വേണ്ടില്ല, കഴിയുന്നത്ര ഫലവർഗ്ഗങ്ങൾ ഭഗവാന്റെ നടക്കിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്നത് സൗഭാഗ്യപ്രദമാണ്. 24 തീയതി വെള്ളിയാഴ്ച അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം 60 നാഴികയ്ക്കുണ്ട്. 25 തീയതി അനിഴം നക്ഷത്രം കുറച്ചു നേരത്തേക്കുള്ളൂ. അപ്പോൾ പിറന്നാൾ ആചരിക്കുന്നവർ 24 തീയതി ആചരിക്കണം. കാരണം അന്ന് 60 നാഴികയ്ക്കുണ്ട്. അനിഴം നക്ഷത്രം 25 തീയതി ശനിയാഴ്ച കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അപ്പോൾ അനിഴം പിറന്നാളായി വരുന്നവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് 25 തീയതി ശനിയാഴ്ച. അന്ന് ഭഗവാന് വിശേഷമായിട്ട് ചെയ്യേണ്ടത് ഇളനീര് കൊണ്ട് അഭിഷേകമാണ്. അതായത് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. റോസ് വാട്ടർ, അതായത് പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശരീരത്തിന് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഇളനീരഭിഷേകം വളരെ നല്ലതാണ്. മനസ്സിന് ശാന്തി ലഭിക്കാൻ പനിനീര് കൊണ്ടുള്ള അഭിഷേകം വളരെ നല്ലതാണ്.
26-ാം തീയതി ഞായറാഴ്ച അന്ന് ശംഖാഭിഷേകം, ശംഖില് തീർത്ഥമെടുത്തുകൊണ്ട് ഭഗവാന് ശംഖാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. ശുദ്ധമായ കുങ്കുമം കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് ഈ ദിവസം വളരെ ശ്രേഷ്ഠമാണ്. കുടുംബത്തിൽ ഐക്യം, ഐശ്വര്യം ഇവ ഉണ്ടാകുന്നതിന് കുങ്കുമം കൊണ്ട് അഭിഷേകം ഭഗവാന് ചെയ്യാം. അതുപോലെ തന്നെ ഭഗവാന്റെ കയ്യിലുള്ള വേലിലും കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഈ ദിവസത്തിൽ ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങൾ മാറുന്നതിനും നമ്മളോട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ശത്രുത, ആ വൈരീഭാവം കുറയ്ക്കുന്നതിനും നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള ആ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും മാറുന്നതിനുമൊക്കെ ഭഗവാന് 26-ാം തീയതി ഞായറാഴ്ച വേലിൽ അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ്. ഭഗവാനും അഭിഷേകം ചെയ്യണം. 27-ാം തീയതി അന്നാണ് ഷഷ്ഠി. അന്ന് ഭഗവാന് പാലഭിഷേകം, പഞ്ചാമൃതഭിഷേകം, അതേപോലെ തന്നെ പഞ്ചഗവ്യം, പശുവിൽ നിന്ന്, ഗോമാതാവിൽ നിന്ന് കിട്ടുന്ന 5 ഗവ്യങ്ങൾ മന്ത്രപുരസരം കൂട്ടിയെടുക്കുന്നതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. ആ പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഭസ്മാഭിഷേകം, പനിനീരഭിഷേകം എന്നിത്യാദി അഭിഷേകങ്ങൾ ഭഗവാന് ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും, കുടുംബ ഐശ്വര്യങ്ങൾക്കും, സന്താനങ്ങൾക്ക് വിദ്യ, നല്ല ബുദ്ധി ഇവകൾക്കൊക്കെ നല്ലതാണ്. അന്ന് ഷഷ്ഠിയാണ്. അന്ന് ഭഗവാന്റെ മൂലമന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ നിങ്ങൾക്കറിയാവുന്ന ഇഷ്ടമന്ത്രങ്ങൾ ധാരാളം ജപിക്കുക. 27-ാം തീയതിയാണ് നമ്മൾക്ക് ഷഷ്ഠി, സ്കന്ദഷഷ്ഠി വരുന്നത്. അന്നേ ദിവസം വൈകിട്ടും രാത്രിയും ധാരാളം സമയം ഭഗവാന്റെ മൂലമന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലത് തന്നെയാണ്. പിറ്റേ ദിവസം 28-ാം തീയതിയും കുറച്ച് സമയത്തേക്ക് ഷഷ്ഠിയുണ്ട്. അപ്പോൾ 28-ാം തീയതിയും മുരുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് സൗഭാഗ്യമാണ്. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, മഹാചൈതന്യമാണ് മുരുക ഭഗവാൻ. ജ്ഞാനപണ്ഡിതനാണ്, ജ്ഞാനപ്പഴമാണ് മുരുക ഭഗവാൻ. മഹാചൈതന്യമായ മുരുക ഭഗവാനെ ആരാധിക്കുന്നവരെ തീർച്ചയായും ആ മഹാചൈതന്യമായ സുബ്രഹ്മണ്യ ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മുരുക ഭഗവാന്റെ മന്ത്രങ്ങൾ സദാസമയം ജപിക്കൂ. സ്കന്ദപുരാണം പാരായണം ചെയ്യൂ. കയ്യിലുള്ളവർ അത് പാരായണം ചെയ്യൂ. സുബ്രഹ്മണ്യ ഭഗവാന്റെ സഹസ്രനാമമുണ്ട്, അത് പാരായണം ചെയ്യൂ. അഷ്ടോത്തരനാമം പാരായണം ചെയ്യൂ. ഏതെല്ലാം നാമങ്ങളുണ്ടോ നിങ്ങൾക്കറിയാവുന്നത് അത് വളരെ കൂടുതൽ സമയം ജപിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും രക്ഷയും പ്രദാനം ചെയ്യുന്നതാണ്. അല്ലയോ മുരുക ഭഗവാനെ, അവിടുന്ന് ഭക്തവത്സലനാണ്. അവിടത്തെ തൃപാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. ഓം സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. സ്വാമിയേ ഹര 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 ഹരോ ഹര ഹര സുബ്രഹ്മണ്യ സ്വാമിയേ.